ഹായ് ഓൾ. ഡിഗ്രിയിലെ കോംപ്ലിമെൻ്ററി കെമിസ്ട്രിയിലെ സെക്കൻഡ് സെമ്മായ ഫിസിക്കൽ കെമിസ്ട്രിയിലെ തേർഡ് മൊഡ്യൂൾ ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് സൊല്യൂഷൻസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ലിക്വിഡ് സ്റ്റേറ്റിനെ നമുക്ക് ഗേഷ്യസ് സ്റ്റേറ്റിൻ്റെ കണ്ടിന്യൂറ്റി ഓഫ് ഗേഷ്യസ് സ്റ്റേറ്റ് ഇൻറ്റു വൺ വിത്ത് സ്ട്രോങ്ങർ ഇൻ്റർമോളിക്കുലർ ഗ്യാഷ്യസ് സ്റ്റേറ്റിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ് വിത്ത് സ്ട്രോങ്ങർ ഗ്യാസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ലിക്വിഡിന് സ്ട്രോങ്ങർ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ മച്ച് ഡെൻസറാണ്. ലിക്വിഡ് ഹാവ് ഡെഫിനറ്റ് വോളിയം. അതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. ലിക്വിഡ് ഹാവ് ഡെഫിനറ്റ് വോളിയം ആൻഡ് ഇതിന് ലിക്വിഡ് ഹാവ് നോ ഡെഫിനറ്റ് ഷേപ്പ്. അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏതിലാണോ അത് ഒഴിച്ച് വെച്ചേക്കുന്നത് അതിൻ്റെ ഇതായിരിക്കും ലിക്വിഡിന് ഷേപ്പായിട്ട് കിട്ടുന്നത്. ലിക്വിഡ് എക്സിബിറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ലിക്വിഡ് കുറച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എക്സിബിറ്റ് ചെയ്യും. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വേപ്പർ പ്രഷർ, വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ, ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് നമ്മൾ കൂടുതലായിട്ട് വരുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ മൂന്നെണ്ണമാണ് ലിക്വിഡ് എക്സിബിറ്റ് ചെയ്യുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ് സ്റ്റേറ്റ്സ് നമുക്ക് നോക്കാം. ദെയർ ആർ സിഗ്നിഫിക്കൻറ്റ് അട്രാക്റ്റീവ് ഫോഴ്സസ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ഇൻ എ ലിക്വിഡ്. അട്രാക്റ്റീവ് ഫോഴ്സസ് ഉണ്ട്. സിഗ്നിഫിക്കൻ്റ് ഒരു ശ്രദ്ധേയമായൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. പിന്നെ മോളിക്യൂൾസ് ഇൻ എ ലിക്വിഡ്സ് ആർ റിലേറ്റീവ്ലി ക്ലോസ്. അതായത് കുറച്ച് ക്ലോസ് ആയിരിക്കും. സോളിൻ്റെ അത്രയും ക്ലോസ് ഇല്ലെങ്കിലും ഗ്യാഷ്യസിനേക്കാളും അത് ക്ലോസ്ഡ് ആണ്. ആവറേജ് കൈനറ്റിക് ഓഫ് എ മോളിക്യൂൾ ഇൻ എ ലിക്വിഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എ ടെമ്പറേച്ചർ. ആവറേജ് കൈനറ്റിക് എനർജി ഒരു ഫംഗ്ഷനാണ്. ഇനി ലിക്വിഡ് ഹാവ് ഡെൻസർ ദാൻ ഗ്യാസസ്. ഗ്യാസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ലിക്വിഡ് കുറച്ചും കൂടെ ഡെൻസറാണ്. ഡിഫ്യൂഷൻ ഓഫ് ലിക്വിഡ് ഈസ് സ്ലോവർ ദാൻ ദാറ്റ് ഓഫ് ഗ്യാസ്. ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസ് സ്ലോവറാണ്. ഇനി ലിക്വിഡ് ഷോ ദ പ്രോപ്പർട്ടി ഓഫ് ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ഷോ കാണിക്കും. ഇവാപ്പറേഷനെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കുന്നുണ്ട്. ഇനിയും ലിക്വിഡ് എക്സിബിറ്റ് സർഫസ് ടെൻഷൻ, ലിക്വിഡ് ഷോ ദ പ്രോപ്പർട്ടി ഓഫ് വിസ്കോസിറ്റി. ഇനി നമുക്ക് കൂടുതലായിട്ട് വേപ്പർ പ്രഷറും സർഫസ് ടെൻഷനും വിസ്കോസിറ്റീനെ പറ്റിയാണ് പഠിക്കുന്നത്. ഇതിൽ നമ്മൾ വേപ്പർ പ്രഷറിനെ പറ്റിയാണ് നോക്കുന്നത്. ഇനി വേപ്പർ പ്രഷർ പഠിക്കുന്നതിന് മുന്നേ ആദ്യം നമുക്കറിയണം ഇവാപ്പറേഷൻ എന്താണെന്ന്. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെട്രോളും വെള്ളവും നമ്മളിങ്ങനെ വെച്ച് നിർത്തും. കുറച്ച് കഴിയുമ്പോൾ പെട്രോള് അവിടെ കാണത്തില്ല. പെട്രോള് നമ്മൾ കുറച്ച് നേരം നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചാൽ പെട്രോള് അത് ഡിസപ്പിയർ ആവും. കാരണം എന്താണ്? അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുകയാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എസ്കേപ്പ് ഓഫ് മോളിക്യൂൾ ഫ്രം ലിക്വിഡ് ടു ഗേഷ്യസ് ഫോം. ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗേഷ്യസ് ഫോമിലേക്ക് പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവാപ്പറേഷൻ. ഇത് ആവറേജ് കൈനറ്റിക് എനർജി നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കെൽവിൻ ടെമ്പറേച്ചർ. കെൽവിൻ ടെമ്പറേച്ചറിനോട് ഡയറക്റ്റ് അല്ലേ. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടുന്നു. അപ്പോൾ നമ്മൾ ഇവാപ്പറേഷൻ പഠിക്കാമെന്ന് ഓർത്ത് നമ്മളൊരു ലിക്വിഡ് കൺസിഡർ ചെയ്തു. ഇതിൽ മോളിക്യൂൾസ് ഉണ്ട്. ലിക്വിഡ് കൺസിഡർ ചെയ്തല്ലോ. ഇതിൽ മോളിക്യൂൾസ് ഉണ്ടാവുമല്ലോ. ഓരോ മോളിക്യൂൾസിനും ഓരോ വെലോസിറ്റി ആയിരിക്കും. എല്ലാത്തിനും സെയിം ആവില്ല. പല പല വെലോസിറ്റീസ് ആവും ഓരോ ഇതിനെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിലൊക്കെ ഇടയ്ക്ക് ഒരു ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ ഹീറ്റ് ചെയ്ത് നിർത്തും. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ കൈനറ്റിക് എനർജിയും ഇൻക്രീസ് ചെയ്യും. അതാണ് നമ്മൾ പഠിച്ചത്. കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. ഈ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ മോളിക്യൂൾസിന് ഈ ഇൻ്റർമോളിക്കുലർ ഫോഴ്സിനെ ബ്രേക്ക് ചെയ്യാനുള്ള എബിലിറ്റി വരും. ഈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഈ ലിക്വിഡ് ഫോമിൽ നിന്നും വേപ്പറൈസ്ഡ് ആയിട്ട് പോകുന്നത്. അതിൻ്റെ എനർജി കൂടുമ്പോൾ അത് ആ ഫോഴ്സിനെ ബ്രേക്ക് ചെയ്ത് പോകുന്നു. അപ്പോൾ എന്താണ്? മോളിക്യൂൾ വിത്ത് എ ഹൈ എനർജി അറ്റ് എ സർഫസ് വുഡ് ഓവർകം ദ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ്. അതിനാണ് ഇവാപ്പറേഷന് കാരണമാകുന്നത്. ഇനി ഇവാപ്പറേഷനെ അഫക്റ്റ് ചെയ്യുന്ന മൂന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? നേച്ചർ ഓഫ് ലിക്വിഡ്, സർഫസ് ഏരിയ ആൻഡ് ടെമ്പറേച്ചർ. ഇനി നേച്ചർ ഓഫ് ലിക്വിഡ് അത് ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം.
നേച്ചർ ഓഫ് എ ലിക്വിഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പെട്രോൾ എടുത്തു, അതുപോലെ തന്നെ വെള്ളം എടുത്തതാണ്. പെട്രോളും എടുത്തു, വെള്ളം എടുത്തു എന്ന് ഓർത്തു. ഈ പെട്രോളിലെ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ വീക്ക് ഇൻ്റർമോളിക്കുലർ ഫോഴ്സാണ് പെട്രോളിനുള്ളത്. അതുപോലെ തന്നെ വെള്ളത്തിന് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഇൻ്റർമോളിക്കുലർ. കാരണം എന്താ, ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് സ്ട്രോങ് ആയിരിക്കും ഇതിൻ്റെ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ്. അപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. ഇതിന് വീക്കായിട്ടുള്ള ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് അത് പെട്ടെന്ന് വേപ്പറൈസ് ചെയ്യും. അപ്പോൾ വെള്ളത്തിന് അതുപോലെയാണോ? അല്ലല്ലോ. പക്ഷേ ഇതാണ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അധികം പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അത് ചെറുതായിട്ടൊക്കെ വേപ്പറൈസ്ഡ് ആവത്തുള്ളൂ. അതാണ് നേച്ചർ ഓഫ് ലിക്വിഡ് എന്ന് പറഞ്ഞത്. ഇങ്ങനത്തെ സർഫസ് ഏരിയ. ഇപ്പോൾ സർഫസ് ഏരിയ ഇവാപറേഷൻ ടേക്സ് ഫ്രം ദ സർഫസ് റേറ്റ് ഓഫ് ഇവാപറേഷൻ ഈസ് ഇവാപറേഷൻ ഓഫ് എ സർഫസ് ഓഫ് ലിക്വിഡ്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ, ഇങ്ങനെ ഒരു സർഫസും ഇങ്ങനെ ഇവാപറേഷൻ നടക്കുന്നത് സർഫസിലല്ലേ. അപ്പോൾ വലിയൊരു സർഫസ് ആകുമ്പോൾ കൂടുതൽ അതിന് ഇവാപറേറ്റ് ചെയ്യും. ഇതിൽ അധികം അതിന് ഇവാപറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി അടുത്തത് ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റ്. ഇപ്പോൾ നമ്മൾ ഒരു ലിക്വിഡ് 50 ഡിഗ്രിയിലും അതുപോലെ തന്നെ അടുത്തത് 60 ഡിഗ്രിയിലും ഹീറ്റ് ചെയ്തു എന്ന് ഓർത്തോ. അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞു ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കെൽവിൻ ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത് അനുസരിച്ച് എന്തായാലും എന്താണ് ഇവാപറേഷനും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവാപറേഷൻ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തത് വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷർ എന്താണ്? വെൻ എ ലിക്വിഡ്, ഇതൊരു ഓപ്പൺ കണ്ടെയ്നറിലാണെങ്കിലാണ് വേപ്പറൈസ് ചെയ്ത് പോകുക. ഇപ്പോൾ നമ്മളൊരു ക്ലോസ്ഡ് കണ്ടെയ്നർ എടുത്തു എന്ന് ഓർക്കുക. ക്ലോസ്ഡ് കണ്ടെയ്നർ എടുത്തു, അപ്പോൾ ഇതേപോലെ ഇവാപറേഷൻ സംഭവിക്കില്ലേ? ഇങ്ങനെ ഇവാപറേഷൻ സംഭവിക്കുമ്പോൾ എന്താണ് ഇവാപറേഷൻ സംഭവിക്കുമ്പോൾ ഈ മോളിക്യൂൾസ് എല്ലാം ഇത് ഇവാപറേഷൻ സംഭവിക്കുമ്പോൾ ഈ മോളിക്യൂൾസൊക്കെ ഇവിടെ വരും, ഇവിടെ ഇങ്ങനെ. അപ്പോൾ ഇവിടെ ഇവാപറേഷൻ സംഭവിക്കും. ഇവിടെ ഇവാപറേഷൻ സംഭവിക്കുമ്പോൾ ഇവിടുത്തെ ഈ പാർട്ടിക്കിൾസ്, ഇവാപറേറ്റ് ചെയ്ത പാർട്ടിക്കിൾസ് എല്ലാം കൂടെ കൊളൈഡ് ചെയ്യും. എന്നിട്ട് കൊളൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അപ്പോൾ അവരുടെ എനർജി ഡിക്രീസ് ചെയ്യും. എനർജി ഡിക്രീസ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും? എന്തായിരിക്കും? താഴേക്ക് ഇറങ്ങി വരികയല്ലേ ചെയ്യുക. അപ്പോൾ ഈ താഴേക്ക് ഇറങ്ങി വരുന്നതിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ പോയ മോളിക്യൂൾ അതേപോലെ ഇങ്ങനെ ഊർന്നു വരും. ഇവിടെ ഒരു ആവി പോലെ ഇങ്ങനെ നമ്മളിപ്പോൾ മൂടി വെച്ചൊരു പാത്രം ആലോചിച്ച് മതി, അതിലിങ്ങനെ ഒരു വെള്ളത്തുള്ളികൾ ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ. അപ്പോൾ അതിങ്ങനെ ഊർന്ന് താഴേക്ക് വരും. അതിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടൻസേഷൻ എന്ന് പറയുന്നത് അത് അൾട്ടിമേറ്റ്ലി. അപ്പം കുറച്ച് സമയമാകുമ്പോൾ ഇതിങ്ങനെ പോയി കഴിക്കുമ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾ റിട്ടേണിങ് ടു ദ ലിക്വിഡ് ആൻഡ് ദ നമ്പർ ഓഫ് എസ്കേപ്പ് ചെയ്യുന്നു. ഈ എസ്കേപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ തിരിച്ചു വരുന്നതും ഈക്വൽ ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ആവുന്ന ഒരു പൊസിഷൻ, അതാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അറ്റ് ദിസ് സ്റ്റേജ് റേറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് കണ്ടൻസേഷൻ. അപ്പോൾ ഈ വേപ്പറൈസ് ചെയ്യുന്നതും കണ്ടൻസൈസ് ചെയ്യുന്നതും ഈക്വൽ എമൗണ്ട് ആയിരിക്കും. അതിനെയാണ് നമ്മൾ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് അറ്റ് എ ഡെഫിനിറ്റ് ടെമ്പറേച്ചർ ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രഷർ ഓഫ് വേപ്പർ ഇൻ എ ഇക്വിലിബ്രിയം വിത്ത് ദ ലിക്വിഡ് അറ്റ് ദാറ്റ് ടെമ്പറേച്ചർ. ഇനി വേപ്പർ പ്രഷറും രണ്ട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതാണ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സിനെയും ടെമ്പറേച്ചറിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇൻ്റർമോളിക്കുലർ ഫോഴ്സിനെ അതെങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നോക്കാം. The smaller the intermolecular force present in a liquid, higher the vapor pressure. ഇപ്പോൾ നമ്മൾ ഇവാപറേഷനിൽ പറഞ്ഞ അതേ ഒരു സംഭവം തന്നെയാണ്. കുറവായ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് കുറവാകുമ്പോഴാണ് വേപ്പർ പ്രഷറും കൂടുന്നത്. ഇവാപറേഷൻ്റെ ആ ഒരു സംഭവം തന്നെ ഓർത്താൽ മതി ഇവിടെ. അങ്ങനെ ദ റേറ്റ് അറ്റ് വിച്ച് മോളിക്യൂൾ എസ്കേപ്പ് വിൽ ബി ഹൈ. അങ്ങനെയുള്ള ലിക്വിഡിനെയാണ് നമ്മൾ വോളറ്റൈൽ എന്ന് പറയുന്നത്. ഇങ്ങനെ വേപ്പറൈസ് ചെയ്യുന്നു പോകുന്ന ലിക്വിഡ്സിനെയാണ് നമ്മൾ വോളറ്റൈൽ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഒരു ഡൈ ഈതർ എത്തനോളും വെള്ളവും എടുത്തു. ഇതിൽ വെള്ളത്തിന് എന്തായിരിക്കും കൂടുതൽ ഇൻ്റർമോളിക്കുലർ ഉണ്ടല്ലോ, കാരണം എന്താ, ഹൈഡ്രജൻ ബോണ്ടുള്ളതുകൊണ്ട് അതിന് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. എത്തനോളിലും അതേപോലെ തന്നെ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളതുകൊണ്ട് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് കൂടുതലായിരിക്കും. പക്ഷേ വെള്ളത്തിൻ്റെ അത്രയും ഇല്ല.
ഡൈ ഈഥൈലിനാണെങ്കിൽ നോ ഹൈഡ്രജൻ ബോണ്ടിങ്, അപ്പം അതിൻ്റെ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് അനുസരിച്ച് വാട്ടറിനാണ് ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞ് എത്തനോൾ, അത് കഴിഞ്ഞ് ഡൈ ഈഥൈൽ ഇത്. അപ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷർ എന്താണ്, വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, വാട്ടറിനായിരിക്കും. അപ്പോൾ അതിൽ ഏറ്റവും കുറവ് വേപ്പർ പ്രഷർ, അത് കഴിഞ്ഞ് എത്തനോൾ, അത് കഴിഞ്ഞ് ഡൈ ഈഥൈൽ ഇത്. ഓക്കെ, ഇതാണ് വേപ്പർ പ്രഷർ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് വെച്ചിട്ടുള്ള ഡിപ്പെൻഡൻസ്. ഇനി അടുത്ത ഡിപ്പെൻഡൻസ് ഓൺ ടെമ്പറേച്ചർ. നമുക്കറിയാം ടെമ്പറേച്ചർ ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് കൈനറ്റിക് എനർജി കൂടുന്നത്, കൈനറ്റിക് എനർജി കൂടുമ്പോഴാണ് ഇൻ്റർമോളിക്കുലർ ഇതിനെ സ്ട്രോങ്. അപ്പോൾ ഹയർ ദ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഓവർകം ദ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ചെയ്യാൻ പറ്റും. സോ ഹയർ ദ ടെമ്പറേച്ചർ ഹയർ ദ വേപ്പർ പ്രഷർ. ദ ഇൻക്രീസ് ഇൻ ദ വേപ്പർ പ്രഷർ വിത്ത് ടെമ്പറേച്ചർ ഫോർ വാട്ടർ എത്തനോൾ, അതാണ് ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മളിവിടെ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. വെൻ വേപ്പർ പ്രഷർ ബിക്കം ഈക്വൽ ടു എക്സ്റ്റേണൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എക്സ്റ്റേണൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് വേപ്പർ പ്രഷർ ഈക്വൽ ആകുമ്പോഴാണ് ബോയിൽ ആവുന്നത്. അതായത് ഇപ്പോൾ ഇവിടെയുള്ളത് 180 m പ്രഷർ ആണെങ്കിൽ ഇവിടെയും 180 m പ്രഷർ ആവണം, അപ്പോഴാണ് ഇവിടെ തിളയ്ക്കുന്നത്, ഇവിടെ ബോയിൽ ആവുന്നതാണ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ഓഫ് എ become equal to atmosphere boil point. The temperature at which vapor pressure of a liquid become 180 m pressure is known as normal boiling point. ഫോർ വാട്ടർ ഇറ്റ് ഈസ് 100 degrees. അപ്പോൾ നമ്മൾ എപ്പോഴും പറയും ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ 100 degree Celsius ആണ് വാട്ടറിന്, പക്ഷേ എല്ലാ കേസിലും അങ്ങനെയല്ല. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് ബിക്കം ഈക്വൽ ടു 1 bar is known as സ്റ്റാൻഡേർഡ് ബോയിലിംഗ് ടെമ്പറേച്ചർ. ഓക്കെ, ദ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ഡിക്രീസ് വിത്ത്. അപ്പോൾ അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെയാണ് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നത്. ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അറ്റ്മോസ്ഫിയർ പ്രഷർ ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ച് അത് ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. ഒരു എക്സാമ്പിൾ പറയാമെന്ന് വെച്ചാൽ, ഒരു ഹയർ ആൾട്ടിറ്റ്യൂഡ് ഹില്ലി ഏരിയാസിലൊക്കെ, കുന്നുകളിലൊക്കെ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും, അതായത് അവിടെയൊക്കെ പ്രഷർ കുറവായിരിക്കും, അപ്പോൾ അവരുടെ ബോയിലിംഗ് പോയിന്റും കുറവായിരിക്കും. അതുകൊണ്ടാണ് അവിടെ ഒന്നും കുക്ക് ചെയ്യാൻ പറ്റില്ല, അവിടെ കൂടുതലായി പ്രഷർ കുക്കറൊക്കെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് വേപ്പർ പ്രഷർ. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് വീഡിയോയിലാണ് ക്ലേപ്പിയറിയോൺ കേഷ്യസ് ഇക്വേഷനും അതിലെ പ്രോബ്ലംസും ആണ് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.